ഹായ് എവരി വൺ. ഇന്ന് നമുക്കൊരു മത്തി തിളപ്പിച്ചാലോ? അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ചുവന്നുള്ളി ഇതെല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, കുടംപുളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി ഞാൻ അടുപ്പത്തോട്ട് വെച്ചു. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാനും കൂടിയും അതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ തക്കാളി ഉണ്ടല്ലോ, അതും കൂടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടി വെച്ചു വേവിച്ചു. അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തു. അതായത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതെല്ലാനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ മീനിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് നമ്മുടെ കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്ക് പാച്ചുവിനെ പഠിപ്പിക്കാൻ പോയപ്പോൾ ആ കുടംപുളി ഇടുന്നത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ കുടംപുളിയും കൂടി ഇട്ടിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ മത്തി എടുത്ത് വെച്ചിരിക്കുന്നത് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാവരും കൂടി ഇട്ടിട്ട് നമ്മുടെ ഒരു അടപ്പ് വെച്ചിട്ട് മൂടി കുറച്ച് നേരം ആ ഒരു മീനൊക്കെ വേവാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലേ ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ ചൂട് ചോറും അതുപോലെ ഈ മത്തി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല ചൂടനോടുകൂടി കഴിക്കണം. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല പാകമായിട്ട് മത്തിയൊക്കെ നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മത്തി എടുത്തിട്ട് വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തി വറുത്തതും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ചോറെടുത്തു. അതിനകത്തോട്ട് നമ്മുടെ ഈ മത്തി തിളപ്പിച്ചത് ഒഴിച്ചു കൊടുത്തു. നല്ല സ്മെല്ലാണേ. പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തി വറുത്തതും. സൂപ്പറല്ലേ? എല്ലാവർക്കും താങ്ക്സ് ഫോർ